നാട്ടടുക്കളയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് റവ ലഡു എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് ഞാൻ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിന് 2 കപ്പാണ് എടുത്തത്. ഇതേ കപ്പിന് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ എടുക്കണം. ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനായി ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിസ്ത, ബദാം. ഇതിനി വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി എടുത്തു വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഈ തേങ്ങ തന്നിട്ടാകുമ്പോൾ പൊടിച്ചെടുക്കണം. തേങ്ങ വറുത്തിട്ടായിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം വെള്ളാറി കിട്ടിയാൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച റവ വറുക്കാനിടാം. ഇത് നല്ലോണം വറുത്തെടുക്കണം. റവ വറുത്തിട്ടായിട്ടുണ്ട്. ഇതേപോലെ നല്ല വേറി കിട്ടുന്നത്ര നമ്മൾ വറുക്കണം. എന്നാലേ റവ ലഡു പദം ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വെച്ച നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓഫാക്കിയിട്ടാണുള്ളത്. ഇത് ചൂടോടുകൂടെ തന്നെ നമുക്കിനി 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെല്ലം വേണമെങ്കിലും ചേർക്കാം. അരക്കപ്പും കൂടി ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പാലാണ്. 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുഴച്ച് കിട്ടുന്നതിൻ്റെ അത്ര നമുക്ക് ചേർക്കാനുണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം യോജിപ്പിച്ച് ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. ഇതിന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് വരെ ഞാനിത് ആറാൻ വെച്ചിരുന്നു. ഇതിന് ഇളക്കി യോജിപ്പിക്കാം. നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി കൈക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇത് നമുക്കിനി ഉണ്ടാക്കിയെടുക്കാം. ഇത് വലിയ തരിയിലെ റവയാണെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഉണ്ടയാക്കാൻ നല്ല പാകത്തിലുള്ള പദമായിട്ടുണ്ട്. ആ വറുക്കലിൻ്റെ ഇതാണ് പദം വരുന്നത്. ഇതേപോലെ മുഴുവനായി ഉരുട്ടിയെടുക്കാം. ഇത് മുഴുവനായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.